ഹായ് വ്യൂവേഴ്സ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തുവിൻ്റെ ഒരു സ്വപ്നമാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹമല്ല, അവൻ ഇന്നലെ കണ്ടൊരു സ്വപ്നം. അപ്പോൾ ഈ സ്വപ്നം കാണുമ്പോൾ ഇവന് എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ അമ്മ അങ്ങനെ സ്വപ്നം കണ്ടുന്നത്. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ അമ്മേനെ സ്വപ്നം കണ്ടത്, അമ്മൂമ്മേനെ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മേനെ സ്വപ്നം കണ്ടു. അപ്പം നമുക്ക് ഒരു വർഷം കഴിഞ്ഞു. അപ്പം നമ്മുടെ അമ്മമാരില്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വല്ലാത്തൊരു വിഷമം അറിയാം. അതിന് വല്ലാത്ത ഫീലിങ്സ്. അവന് കണ്ടുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് അമ്മ പോയത് വല്ലാത്ത. അപ്പോൾ ഇവൻ അമ്മേനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ചോദിക്കും അമ്മമ്മേനാണോ ചോദിച്ചു. അപ്പം അല്ല. അപ്പം എന്താണ് അവൻ കണ്ട സ്വപ്നം എന്നുള്ളത് നമുക്ക് അവനിൽ തന്നെ മനസ്സിലാക്കാം. പിന്നെ അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരം ഇങ്ങനെ എന്താ പറയുക, അവനങ്ങനെ ഒഴുക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അവന് സ്കൂളിലോ കോളേജിലൊക്കെ പോയിട്ട് കുട്ടികളോടുള്ള ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അതിൻ്റെ കുറവുകളുണ്ട്. എല്ലാവരും നന്നായി ഞങ്ങളോട് ക്ഷമിക്കണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളെ പുറത്ത് മാപ്പാക്കണം. പിന്നെ ആദ്യം അവൻ്റെ സ്വപ്നം പറയുന്നതിനായിട്ട് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സഹായിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണനും ആശയും ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അവരുടെ ക്രേസി ഹസ്ബൻഡ്, വൈഫിൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് അവരുടെ ആശ ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗുണ്ട്. അവർ വളരെയധികം നല്ല നിലയ്ക്ക് പോകുന്ന യൂട്യൂബേഴ്സാണ്. അവർ വന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സമയമില്ലാത്ത സമയത്ത് വന്ന നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിനുശേഷം പിടിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കൊടുത്ത് വിലയേറിയ നിർദ്ദേശങ്ങൾ തന്ന് കമൻറ്റിൽ കൂടെ അറിയിച്ച് ഞങ്ങൾക്ക് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് അനുഗ്രഹിക്കണം. നിങ്ങൾ ഓരോരുത്തരുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം അല്ലേ അന്തു? അപ്പോൾ ഇനി അന്തു മോൻ കണ്ട സ്വപ്നം എന്താന്ന് പറയൂട്ടാ. പറഞ്ഞോളൂ, നിർത്തി പറയണേ. നമ്മളെല്ലാരും കുടുംബടക്കം ഗുരുവായൂർക്ക് പോയി. അങ്ങോട്ട് നോക്കി പറഞ്ഞു. നമ്മളെ വല്യമ്മയും അമ്മയും നമ്മള് 3 പേര് തന്നെ ഗുരുവായൂർക്ക് പോയി. അപ്പൊ ഭയങ്കര തടക്കയ സമയമായിരുന്നു. അപ്പൊ തടക്ക് കാണാൻ എന്തായി, ശരിക്ക് തൊഴാൻ പറ്റിയില്ല. വേഗം പറഞ്ഞയച്ചു. അപ്പൊ നമ്മളത് കഴിഞ്ഞ് തൊഴാൻ പറ്റിയാണ് വിഷമത്തിൽ നമ്മൾ തിരിച്ചു മടങ്ങി പോന്നു പുറത്തേക്ക്. പോവാനേ രീതിയില്. അപ്പോൾ ഒരു ചേച്ചി വന്നു. ചേച്ചി വന്നിട്ട് നിങ്ങൾ തൊഴുതോ നന്നായിട്ട്? ഇല്ല, തൊഴാൻ പറ്റിയില്ല, തരക്ക് കാരണം തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞു. അത് വിഷമത്തിൽ നമ്മള്. അപ്പൊ ചേച്ചി പറഞ്ഞു പറഞ്ഞാൽ പറ്റിയ നമ്മള് ഞങ്ങൾ തൊഴിക്കാൻ വരുമോ, ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങൾ തൊഴിക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ചേട്ടൻ വന്നത്. ഒരു നല്ല ഒരു സുന്ദരനായ ഒരു ചേട്ടൻ, ഒരു ചെറുപ്പം. ചേട്ടൻ പറഞ്ഞു എന്തേ ചോദിച്ചു. അപ്പൊ തൊഴാൻ പറ്റിയ തൊഴാൻ വന്നത്. അതിനെന്താ ഞാൻ തൊഴിക്കാതെ വേണീന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ചേട്ടൻ വീൽചെയർ വേണ്ട, ഞാൻ തന്നെ അവനെ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഉണ്ണീന്നാണ്, എന്നെ ഉണ്ണിയേട്ടൻ വിളിച്ചോളോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടുപോയി തൊഴിച്ചു. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ സഹായിച്ചു, മാറി തന്നു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അപ്പൊ തരക്കോളൊക്കെ ഒഴിഞ്ഞു, നന്നായി സുഖമായിട്ട് തൊഴാൻ പറ്റി. അപ്പോ ഉണ്ണിയേട്ടൻ അപ്പൊ ആ ചേട്ടന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, അവിടെ തോല് കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോ ആ ചേട്ടന്റെ അച്ഛനമ്മ ചോദിച്ചു, ഉണ്ണിയേട്ടൻ നന്നായി തൊഴിച്ചില്ലേ? ഉണ്ണിയേട്ടൻ എങ്ങനെയാ, നല്ലൊരു മനുഷ്യനായി, അയാളും കണ്ട് അങ്ങനെ സഹായിക്കുന്നു പറഞ്ഞു. അത് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണർന്നു. എത്രയാണ് സ്വപ്നം. അപ്പൊ എന്റെയും എന്റെ മോനെയും പരിപൂർണമായ വിശ്വാസം ആ ഉണ്ണിയോടനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുണ്ണി കണ്ണൻ തന്നെയാണ്. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ നിലയ്ക്ക് ഇവിടെ ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഞങ്ങളുടെ കൂടെ ഇന്നും ഭഗവാൻ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ലാതെ ഉറപ്പാണ്. എനിക്ക് ഓരോ നിമിഷവും എനിക്ക് ഓരോ അനുഭവത്തിലൂടെ എൻ്റെ ഭഗവാന്റെ സമീപം എനിക്ക് അറിയാറുണ്ട്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, സീ യു. ഓക്കേ.